വിശദമായ വാർത്തകളിലേക്ക്. നോട്ട് നിരോധിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം ശരിവെച്ച് സുപ്രീംകോടതി. നടപടിക്രമങ്ങൾ പാലിച്ചാണ് നിരോധനം നടപ്പാക്കിയതെന്ന് 5-അംഗ ഭരണഘടനാ ബെഞ്ചിലെ 4 ജഡ്ജിമാർ വിധിച്ചു. ഉത്തരവ് നിയമവിരുദ്ധമാണെന്നായിരുന്നു ജസ്റ്റിസ് നാഗരത്നയുടെ ഭിന്നവിധി. എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയല്ല നിയമനിർമ്മാണമാണ് വേണ്ടിയിരുന്നതെന്ന് ജസ്റ്റിസ് നാഗരത്ന വിധിച്ചു. വിധി രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിന് ആശ്വാസമാണ്. 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ നിരോധിച്ച കേന്ദ്ര സർക്കാർ നടപടിയുടെ നിയമസാധുത ചോദ്യം ചെയ്തുള്ള 58 ഹർജികളാണ് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് തീർപ്പാക്കിയത്. നടപടിക്രമങ്ങൾ പാലിച്ചാണ് നിരോധനം നടപ്പാക്കിയതെന്നും അതിനാൽ തീരുമാനം റദ്ദാക്കാനാകില്ലെന്നും ജസ്റ്റിസ് BR ഗവായ് വിധിച്ചു. സാമ്പത്തിക വിഷയങ്ങളിൽ അധികാരം സർക്കാരിനാണ്. റിസർവ് ബാങ്കുമായി കൂടിയാലോചിച്ച് സർക്കാരിന് തീരുമാനമെടുക്കാം. കേന്ദ്രം ഇക്കാര്യത്തിൽ കൂടിയാലോചന നടത്തിയിരുന്നു. നിരോധനം ലക്ഷ്യം കണ്ടോ എന്ന് പ്രസക്തമല്ലെന്നും അസാധുവായ നോട്ടുകൾ മാറ്റാൻ ആവശ്യത്തിന് സമയം അനുവദിച്ചിരുന്നുവെന്നും ജസ്റ്റിസ് ഗവായ്. ഭരണഘടനാ ബെഞ്ചിലെ മറ്റംഗങ്ങളായ ജസ്റ്റിസ് S. അബ്ദുൾ നസീർ, AS ബൊപ്പണ്ണ, V. രാമസുബ്രഹ്മണ്യൻ എന്നിവരും കേന്ദ്ര സർക്കാർ തീരുമാനം ശരിവെച്ചു. എന്നാൽ ഭിന്ന വിധിയായിരുന്നു ജസ്റ്റിസ് BV നാഗരത്നയുടേത്. നടപടിക്രമങ്ങൾ പാലിച്ചല്ല നോട്ട് നിരോധനം. 24 മണിക്കൂറിനുള്ളിലാണ് തീരുമാനമുണ്ടായത്. റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടതല്ല, മറിച്ച് സർക്കാരിന്റെ ആഗ്രഹപ്രകാരമായിരുന്നു നിരോധനം. എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ നിരോധനം നടപ്പാക്കാനാകില്ലെന്നും നിയമനിർമ്മാണം വേണമായിരുന്നുവെന്നും ജസ്റ്റിസ് നാഗരത്ന വിധിച്ചു. ഭരണഘടനാ ബെഞ്ചിന്റെ വിധി രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിന് ആശ്വാസം നൽകുന്നതാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. നോട്ട് നിരോധനം ശരിവെച്ച സുപ്രീംകോടതി വിധിയിൽ കോടതി പരിശോധിച്ചത് ഭരണപരമായ കാര്യങ്ങൾ മാത്രമാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. നോട്ട് നിരോധന വിധിയിൽ ഭിന്നവിധിയുണ്ട്. നോട്ട് നിരോധനം കൊണ്ട് ഒരു ഫലവും ഉണ്ടായില്ലെന്നും വേണ്ടത്ര ആലോചനയില്ലാതെയാണ് പല നടപടികളും കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണോ ഇവർ ഈ നോട്ട് നിരോധനം നടപ്പിലാക്കിയത് അതിന്റെ ഒരു ഫലവും ഉണ്ടായില്ല. ഈ നോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ 99% നോട്ടും തിരിച്ചു വന്നു എന്നുള്ളതാണ് വന്നത്. അപ്പം ആ പറഞ്ഞ തരത്തിലേക്ക് ഒരു കാര്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വിധി എന്ന് പറഞ്ഞ ഒരു സാങ്കേതികമായ ഒരു അക്കാഡമിക് എക്സസൈസ് എന്നെല്ലാം കാണാൻ പറ്റും. എക്കണോമിക് ഉണ്ടായ ഒരു തകർച്ചയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് BJPയുടെ നേതൃത്വത്തിൽ പല രംഗത്തെടുക്കുന്ന തീരുമാനങ്ങളും ഈ തരത്തിൽ വലിയ തോതിൽ നമ്മുടെ സംസ്ഥാനങ്ങളുടെയും ജനങ്ങളുടെയും രാജ്യത്താകെയുള്ള പൗരന്മാരുടെയും ജനങ്ങളുടെയും ജീവിതത്തെ ബാധിക്കുന്ന പല തീരുമാനങ്ങളും വേണ്ടത്ര ആലോചനയില്ലാതെ എടുക്കുന്നുണ്ട്. ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞ് ഇപ്പോൾ വേറെ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം പറയുന്നുണ്ട്. പൊതുമേഖല മൊത്തം വിറ്റു തലയ്ക്കണം. അതുപോലെ പല തീരുമാനങ്ങൾ എടുക്കുകയാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ഒക്കെ വിറ്റു. ഇനിയിപ്പോൾ നാളെ ആയിരിക്കും ഇതിന്റെ ഇമ്പാക്ട് മനസ്സിലാവുക. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജാതി വിവേചനം നടന്നിട്ടില്ലെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ. പ്രചരിക്കുന്നത് തെറ്റായ വിവരങ്ങളാണ്. വിവാദമല്ല, അപവാദമാണ് നടക്കുന്നതെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഈ ജാതി തിരിച്ചുള്ള ഗുണങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. 10-25 ജാതികളുണ്ട്. നമ്മൾ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് മാത്രമല്ല, OBC, LEC എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇതുണ്ട്. എനിക്കും അറിഞ്ഞുകൂടാ. അതിനവർ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയപ്പോൾ 2014 മുതൽ അതിനെ അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി. അത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരാണ് ഈ പാരാമീറ്റേഴ്സ് എല്ലാം നോക്കിയിട്ട് അവർക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യേണ്ടത്. എല്ലാ റിസർവേഷനും എല്ലാം നോക്കേണ്ടത് അവരുടെ ചുമതലയാണ്. അപ്പോൾ അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ചെയ്യാത്തവർ. പക്ഷെ അവർ അതിൽ ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേര് ശരത്ത് എന്ന് പറയുന്ന ആളുടെ പേര് ഉൾപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഇല്ല, അവരെങ്ങനെ ഉൾപ്പെടുത്തുന്നത്? അവർ ഉൾപ്പെടുത്തിയ പിന്നെ എടുക്കാതിരിക്കുന്നതാ. അങ്ങനെ എടുക്കാതിരുന്നു. അല്ല, അത് കള്ളം പറയുന്നതല്ലേ. ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് നൽകിയത് അല്ലല്ല, ഹൈക്കോടതി ആക്കിയതൊന്നുമല്ല. അങ്ങനെ അയാളില്ല. അയാൾക്ക് ഞാൻ പറയാം, ആദ്യം അവർ തീരുമാനിച്ച ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റും സബ്ജക്ട് സ്പെഷ്യലിസ്റ്റും ഉണ്ട് ഈ എഡിറ്റിങ്ങിൽ തന്നെ. അവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചത് നമുക്ക് നമ്മുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ 60 മാർക്ക് താഴെയുള്ള ആരെയും എടുക്കേണ്ടെന്ന് ആദ്യം തീരുമാനിക്കുന്നു. അങ്ങനെ എടുത്തപ്പോൾ അവർക്ക് 4 പേരെ കിട്ടിയുള്ളൂ. അപ്പോൾ ശങ്കരമോഹനെ നിർബന്ധിച്ചിട്ടാണ് അത് വീണ്ടും 50 ആക്കാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? നേരെ തിരിച്ചാണ് ഇവർ പറഞ്ഞുണ്ടാക്കുന്നതിന് നേരെ തിരിച്ചാണ്. ശങ്കരമോഹൻ പറഞ്ഞു ഞങ്ങൾ 50 ആക്കിയിട്ട് കുറച്ചുകൂടെ കുട്ടികൾ എടുക്കാൻ നോക്കും. 50 ആക്കിയപ്പോൾ 2 കുട്ടികൾ വന്നു. അങ്ങനെ 6 പേരായി. അപ്പം നോക്കിയപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ പിന്നെയും കുറച്ചു. പിന്നെയും നമുക്ക് ഈ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് അതിനെ കുറച്ച് 45 ആക്കി. അതിലും വന്നില്ല. അപ്പോൾ വേണമെങ്കിൽ പിന്നെ LBSകാർക്ക് പറയാമായിരുന്നു. ഇതിൽ വന്നില്ലെങ്കിൽ പോലും നമുക്ക് ഒരാളിനെ എടുക്കണമെന്ന് അവർ പറയാമായിരുന്നു. അവർ പറഞ്ഞില്ല. LBS ആണ് ഇതിനകത്ത് കൃത്യമായിട്ട് ചെയ്യേണ്ടത്. അല്ല, ഇവർക്കറിയാൻ വയ്യ.
ഈ ഇരുന്ന ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിനോ സ്പെഷ്യലിസ്റ്റിനോ ഒന്നും ഇതിൻ്റെ ഒരു സിസ്റ്റം അറിഞ്ഞുകൂടാ. കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കെതിരെ അടൂർ ഗോപാലകൃഷ്ണൻ. പഠിക്കാൻ വരുന്നവർ സമരം ചെയ്യില്ല, വിദ്യാർത്ഥികൾ പഠിക്കാൻ തയ്യാറാകണം, അല്ലാത്തവർ വേഗം പിരിഞ്ഞു പോകണമെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഈ നമുക്ക് സ്ട്രൈക്കും ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് സമയം എവിടെ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വന്ന സ്റ്റുഡൻസ് 1 മാസം 2 മാസം 3 മാസമൊക്കെ സ്ട്രൈക്ക് ചെയ്യാൻ എവിടെ സമയം? അപ്പോൾ പഠിക്കണമെന്ന് വളരെ നിർബന്ധമുള്ളവരത് ചെയ്യത്തില്ല. ആരോടാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്? ആരെയാണ് തോൽപ്പിക്കാൻ നോക്കുന്നത്? കുറച്ചുകൂടിയൊക്കെ ഫ്രീഡം ആഗ്രഹിക്കുന്ന കുട്ടികളാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നത്. അപ്പം വലിയ രീതിയിലുള്ള സ്ട്രിക്റ്റിലേക്ക് പോയോ? അതാണ് ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഫ്രീഡത്തിൻ്റെ കാര്യത്തിൽ. അവരുടെ ഫ്രീഡം എന്തുവാണ്? അവർക്ക് ഉള്ള സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ സിനിമയെപ്പറ്റി പഠിച്ച് അതിനെപ്പറ്റിയുള്ള പണ്ട് ബിർണാസൻ പറയുമായിരുന്നു, യു ഷുഡ് വാച്ച് ഫിലിംസ്, യു ഷുഡ് ഡ്രീം ഫിലിംസ്, യു ഷുഡ് ലിവ് ഫിലിംസ്. സിനിമ പഠിക്കാൻ വന്നവർ ചെയ്യേണ്ടതാണ്. അതിനപ്പുറത്ത് വേറൊരു ലോകമില്ല അവർക്ക്. അതായിരിക്കണം. കാരണം ഉള്ള സമയം കൊണ്ട്, കാരണം ഒരു ഇൻഡസ്ട്രിയിൽ ഒരാൾക്ക് സിനിമ എടുക്കാൻ ചാൻസ് കിട്ടണമെങ്കിൽ 50, 40, 45, 50 ഒക്കെ വയസ്സാണ് ആരുടെയൊക്കെ അസിസ്റ്റൻ്റായിട്ട് നിന്നിട്ട്. ഇത് 2 കൊല്ലം കൊണ്ട് നിങ്ങൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ച് ലോകത്തിലുണ്ടായിട്ടുള്ള മാസ്റ്റർ പീസസ് മുഴുവൻ കണ്ട് ഇതിനെപ്പറ്റി ഒരു ടേസ്റ്റ് ഉണ്ടായി. അവിടെ വരുന്ന സമയത്ത് ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇത് അവിടെ വന്ന് ട്രാൻസ്ഫോം ചെയ്യും. അവരെ മാറ്റിയെടുക്കാൻ കഴിയും. പക്ഷേ അതിന് നമ്മൾ വിധേയനാവണം. ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതിന് എന്ത് പഠിപ്പിക്കാൻ പറ്റും? ആയുർവേദത്തിൽ പറയും, വിധേയനെ ചികിത്സിക്കരുതെന്ന് പറയും, അവിധേയനെ. അതായത് ഈ ചികിത്സ കൊണ്ട് എനിക്ക് ഭേദമാകും എന്ന് വിചാരിക്കുന്നതിനെ മാത്രമേ ചികിത്സിക്കാവുന്നതാണ്. കാരണം ഇവിടുത്തെ പഠനം കൊണ്ട് എനിക്ക് ഗുണമുണ്ടാവും, എൻ്റെ അധ്യാപകരെ എനിക്ക് ഇതിൽ നിന്ന് ഞാൻ പഠിക്കാൻ വന്നതാണ് എന്ന് ധാരണ ഉണ്ടായെങ്കിലേ ശരിയാവുള്ളൂ. ഇവരെല്ലാം പുച്ഛമായിട്ടൊരുത്തനോടൊന്ന് പഠിക്കാൻ പറ്റരുത്. അവർ പിരിഞ്ഞു പോകണം എത്രയും വേഗം. കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വനിതാ ജീവനക്കാരെ ആക്ഷേപിച്ച ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണൻ. പരാതി പറഞ്ഞ് അവർ സ്റ്റാറായി, നന്നായി ഉടുത്തൊരുങ്ങിയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത്. വിമൻ ഇൻ സിനിമ കളക്റ്റീവ് അംഗങ്ങളെ പോലെയാണ് അവർ നിൽക്കുന്നതെന്നും അടൂർ പറഞ്ഞു. 4-5 പെണ്ണുങ്ങളുണ്ട് അവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ജോലി ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാവരും ക്യാമറയുടെ മുമ്പിൽ ഒന്ന് പറയുന്നത് ഞങ്ങളെല്ലാം വിധവമാരാണെന്ന്. 2 പേർക്കേ ഉള്ളൂ ഭർത്താവ് മരിച്ചിട്ടുള്ളത്. 4 പേർക്കും ഭർത്താക്കന്മാരുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? പച്ചക്കള്ള അവരെ പഠിപ്പിച്ചു വിട്ടിരിക്കുകയാണ്. ഈ ടി വിയുടെ മുമ്പിലൊക്കെ പോയിട്ട് ഇപ്പോൾ സ്റ്റാഴ്സ് അവർ ഈ 4-5 പെണ്ണുങ്ങൾ നന്നായിട്ട് കൊടുത്തുരുങ്ങിയൊക്കെയാണ് എന്നോട് പോകുന്നത്. ഇപ്പം വിമൻസ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, WCC എന്ന് പറയുന്നത്. അവരൊക്കെ വരുമ്പോഴത്തേക്ക് അവരിൽ ഒരാളാണെന്ന് തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ. അത്ര വളരെ സ്റ്റൈലായി താരങ്ങളായിട്ട് മാറി. ദിവസവും ഇൻ്റർവ്യൂ വരാൻ ആളുകൾ എത്തുന്നു. അപ്പോൾ അത് വ്യക്തിപരമായ വിമർശനങ്ങൾ അല്ലെങ്കിൽ മറുപടി നൽകുമ്പോൾ അതൊരു വീണ്ടും ഒരു അല്ലല്ല, അവരിപ്പോൾ സ്റ്റാർസ് പോലെയാണ്. കാരണം അവർ ദേ ആർ ഗിവിങ് ഇൻ്റർവ്യൂസ് റെഗുലർലി. അവർക്കപ്പം പഠിച്ചു കഴിഞ്ഞവർ. അവർ നേരത്തെ ഇതൊന്നും പറയാൻ കഴിവുള്ളവരായിരുന്നില്ല. അവരെ എല്ലാം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു. ട്രെയിൻ ചെയ്യിക്കാൻ ആളുണ്ട് എന്നാണ് താങ്കൾ? ആളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ശങ്കർ മോഹനെ ന്യായീകരിച്ച് ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണൻ. വനിതാ ജീവനക്കാരെ കൊണ്ട് കക്കൂസ് കഴുകിച്ചിട്ടില്ല, ഡയറക്ടറുടെ ക്വാർട്ടേഴ്സ് വൃത്തിയാക്കുന്നത് ജോലിയുടെ ഭാഗമാണെന്നും അടൂർ ഗോപാലകൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഒരു പ്രശ്നം ഈ താൽക്കാലിക ജീവനക്കാരെ സ്വന്തം വീട്ടിലെ ജോലി, സ്വന്തം വീടല്ല, അവിടെ വളച്ചു കിട്ടുന്ന അവിടെയാണ്. താൽക്കാലികക്കാർ ആണോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്, അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ശങ്കർ മോഹനെ ഗവൺമെൻറ് ക്ഷണിച്ചുകൊണ്ട് വന്നതാണ്. ഗവൺമെൻറ്റിന് താമസിക്കാനുള്ള വീടും സൗകര്യങ്ങളും എല്ലാം ഗവൺമെൻറ് കൊടുക്കും എന്നുള്ള കണ്ടീഷനിലാണ്, ആ കണ്ടീഷനിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹം കൊടുക്കുന്നത് അദ്ദേഹം ശമ്പളം കൊടുക്കുന്നതും വാഹനം, വീട് ഇതെല്ലാം കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു അനക്സ് ബിൽഡിംഗാണ്, ഗവൺമെൻറ് എടുത്തിരിക്കുന്ന അനക്സ് ബിൽഡിങ്ങിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഒരു കൊച്ചു കെട്ടിടമാണ് അത്. പിന്നെ കോട്ടയത്തെ ഉള്ളിലോട്ട് പോയിട്ട് ഒരു റബ്ബർ തോട്ടത്തിനകത്തുള്ളൊരു വീടാണ്. അവിടെ കെട്ടിടം കിട്ടാൻ വിഷമമാണ്, അങ്ങനൊരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ ആ വീട് ദിവസവും പോയി ക്ലീൻ ചെയ്യേണ്ടതാണ്. അതാണ് അവരുടെ ജോലി. കാരണം ഒരു സർക്കാർ ശമ്പളം വാങ്ങിക്കുന്നവരാണ് ഈ തൂപ്പുകാർ. അപ്പോൾ അവരുടെ ജോലി ഇതിൻ്റെ അനക്സാണ്. അങ്ങനെ ചെയ്യിക്കുന്നില്ല. അങ്ങനെ ഒരാഴ്ചയിൽ ഒരു ദിവസം ഒരാൾ, എല്ലാവരും ഇല്ല, അവരുടെ ജോലിക്ക് പുറമേ അല്ല, അവരുടെ അന്നത്തെ ജോലിയായിട്ട് ഇത് എടുക്കത്തക്കണം. 1 മണിക്കൂർ നേരത്തെ സമയമാണ് ആ മുറ്റം തൂത്ത് കൊടുക്കണം, തിണ്ണയും തൂത്ത് കൊടുക്കണം. ചെറിയ വളരെ ചെറിയ കെട്ട് 1/4 മണിക്കൂർ കൂടുതൽ എടുക്കത്തില്ല അവിടെ മുറ്റം തൂക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇങ്ങനൊരു സംഗതി നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ പേരിൽ വന്ന സംഗതികളൊക്കെ ഞാൻ കുറേയൊക്കെ കണ്ടു കേട്ടു. അതായത് കക്കൂസിനകത്തോട്ട് കൈയിട്ട് വരണം,
എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ അതിനേക്കാൾ ആഭാസമായിട്ട് വല്ലതും പറയാമായിരുന്നു അല്ലേ? അപ്പോൾ ഞാൻ അന്വേഷിച്ചു ഇതിനെപ്പറ്റി എന്താണ് ശരിയായ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ജോലിക്ക് ഒരാഴ്ച ഒരിക്കൽ ഒരാൾ വരും. ഒരു പെൺകുട്ടി അവിടെ വരുന്നത് അവർ പ്രായമായവരും വരാറുണ്ട്. അവരെല്ലാം ബൈ ടേണാണ് വരുന്നത്. ഈ പെൺകുട്ടി അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു. കാരണം ആ കുട്ടി ആ വീട്ടിൽ ഒരു അംഗം പോലെയായി. മോളെ നിന്നാണ് ആ കുട്ടിയെ വിളിച്ചിരുന്നത് ഇവർ, ശങ്കരമോഹൻ്റെ വൈഫ്. എന്നിട്ട് ആ കുട്ടിയാണ് ഏറ്റവും മോശമായിട്ട് സംസാരിച്ചത്. ഈ കക്കൂസിനകത്ത് കൈയിട്ട് കഴുകുന്നത് അവരെ ബാത്റൂമിൽ കയറ്റിയിട്ടില്ല. ആ വീട്ടിലെ കക്കൂസ് കഴുകാനോ ബാത്റൂം കഴുകാൻ പോലും അവരെ ഒരിക്കലും എൻഗേജ് ചെയ്തിട്ടില്ല. ആ വീടും തൂത്ത് മുറ്റവും അവിടെ ഒരുപാട് ഇങ്ങനെ ഇല വീഴും, റബ്ബറിൻ്റെ ഇല വീഴുന്ന സ്ഥലമാണ്. അപ്പോൾ അത് മാറ്റണം. അത്രയുള്ള അവർ ചെയ്യുന്ന ജോലി പറയുന്നത്. മാക്സിമം വിശ്രമം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 1.5 മണിക്കൂർ. എന്നിട്ട് അവർ പറയുന്നത് രാത്രിയിലൊക്കെ ജോലിയാണ്. രാത്രി എന്ത് ജോലി അവർ ചെയ്യുന്നു? കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ഉമേഷ്, KR നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ശങ്കർ മോഹനെതിരെ ഉയർന്നു വന്ന ജാതി വിവേചനത്തിന്റെ പരാതികൾ, കെടുകാര്യസ്ഥതയുടെ പരാതികളൊക്കെ വളരെ വലിയ രീതിയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചകളായിക്കൊണ്ടിരിക്കുന്നത്. വളരെ വലിയ രീതിയിലുള്ള സമരങ്ങളാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശങ്കർ മോഹനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ സംസാരിക്കുന്നു, അദ്ദേഹത്തെ പിന്താങ്ങിക്കൊണ്ട് സംസാരിക്കുന്നു എന്നതിനപ്പുറം ഇത്തരത്തിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അടച്ചാക്ഷേപിക്കുന്നു, പരാതി ഉന്നയിച്ച സ്ത്രീകളെ ആക്ഷേപിക്കുന്നു. ഇത് തീർത്തും അപലപനീയമായ ഒരു വസ്തുതയല്ലേ? തീർച്ചയായും. എന്തായാലും നമുക്ക് ആദ്യം വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായി KR നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രധാന ആരോപണം ആദ്യം ഇത്തരത്തിൽ ഡയറക്ടർക്കെതിരെയായിരുന്നു. ഡയറക്ടർ വീട്ടിൽ ഇത്തരത്തിൽ താൽക്കാലിക വനിതാ ജീവനക്കാരെ കൊണ്ട് കക്കൂസ് കഴിയിക്കുന്നു, അതും കൈകൊണ്ട് കഴുകാൻ നിർബന്ധിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ആരോപണം ഈ വിദ്യാർത്ഥി, അതായത് അഡ്മിഷൻ നൽകുന്നതിൽ കൃത്യമായ സംവരണ തത്വം പാലിച്ചില്ല, ദളിത് വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ SC/ST വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ അഡ്മിഷൻ നൽകാതെ പുറത്തു നിർത്തി എന്നുള്ളതാണ്. മൂന്നാമത്തേത് ഇതുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിച്ച വിദ്യാർത്ഥികളോട് പറഞ്ഞത് ഇത്തരത്തിൽ ശങ്കർ മോഹൻ ഒരു കുലീനനായ വ്യക്തിയാണ്, അദ്ദേഹം അത്തരത്തിൽ ആരോടും പെരുമാറില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയങ്ങളോടെല്ലാം ആദ്യഘട്ടത്തിലൊന്നും അടൂർ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷമാണ് IFFK വേദിയിൽ മുതിർന്ന ചലച്ചിത്ര പ്രവർത്തകരടക്കം, അതായത് മുൻ അക്കാദമി ചെയർമാൻ കമൽ, മുൻ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ബീന പോൾ, കൂടാതെ സംവിധായകരായ ജിയോ ബേബി, മഹേഷ് നാരായൺ അടക്കമുള്ള, ആഷിക് അബു അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. അതിനുശേഷം തളിപ്പറമ്പ് നടന്ന രണ്ടാമത്തെ IFFKയുടെ പ്രാദേശിക ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടകനായി സർക്കാർ നിശ്ചയിച്ചത് അടൂരിനെയായിരുന്നു. അതുകൊണ്ട് തന്റെ ഫിലിം പ്രദർശനത്തിൽ നിന്ന് പിൻവാങ്ങുന്നുവെന്ന പ്രഖ്യാപനവുമായി ജിയോ ബേബി രംഗത്തെത്തിയിരുന്നു. ഇത്തരത്തിൽ വലിയ പ്രതികരണങ്ങൾ ഓരോ ഘട്ടത്തിൽ ഉണ്ടായപ്പോഴും ഒന്നും പ്രതികരിക്കാൻ അടൂർ തയ്യാറായിരുന്നില്ല. ഒടുവിൽ അടൂർ ഇതുമായി ബന്ധപ്പെട്ട തന്റെ നിലപാട് വ്യക്തമാക്കുകയാണ് ന്യൂസ് 18നോട്. അതിലാണ് അദ്ദേഹം ഓരോ ആരോപണങ്ങളും തള്ളുന്നത്. പ്രത്യേകിച്ച് ആദ്യം പറഞ്ഞ ഇത്തരത്തിൽ താൽക്കാലിക ജീവനക്കാരെ കൊണ്ട് ശങ്കർ മോഹൻ ഇത്തരത്തിൽ ബാത്റൂം കഴുകിച്ചു, അതും കൈകൊണ്ട് കഴുകാൻ നിർബന്ധിച്ചു എന്നുള്ള ആരോപണം. ആ ആരോപണം പൂർണ്ണമായി നിഷേധിക്കുകയാണ്. ഒപ്പം ഈ ശങ്കർ മോഹന്റെ ക്വാർട്ടേഴ്സിൽ അത് വൃത്തിയാക്കേണ്ടത് ഈ താൽക്കാലിക ജീവനക്കാരുടെ ജോലിയാണ്, അവരുടെ കർത്തവ്യമാണ്. 1.5 മണിക്കൂറിൽ കൂടുതൽ സമയമൊന്നും അവർക്ക് അവിടെ ജോലിക്ക് എത്തേണ്ടി വരുന്നില്ല. അതുകൂടാതെ ജോലി എന്ന് പറയുന്നത് പുറത്തെ കുറച്ച് ഭാഗങ്ങളിലെ ഇല മാത്രം മാറ്റിവെച്ചാൽ മതി എന്നുള്ളതാണ്. അതുകൂടാതെ രണ്ടാമത് ഈ ഇതിന്റെ ഇന്റർവ്യൂയുടെ കുറച്ച് ഭാഗങ്ങൾ കൂടിയുണ്ട്, കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ കൂടിയുണ്ട്. ഒന്ന്, ഈ ജിയോ ബേബിക്കെതിരെ അടൂർ ഗോപാലകൃഷ്ണൻ തന്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. കാരണം ജിയോ ബേബി തന്റെ സിനിമ നിർമ്മിച്ച ശേഷം തനിക്ക് അടൂർ തന്റെ സിനിമയെക്കുറിച്ചൊരു അഭിപ്രായം പറയണം എന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് ആളെ അയച്ച് അഭിപ്രായം എടുത്ത് അത് മാർക്കറ്റിംഗ് ചെയ്ത ആളാണ് ജിയോ ബേബി. എന്നിട്ടാണ് താൻ ഉദ്ഘാടകനാകുന്നതുകൊണ്ട് തന്റെ സിനിമ പിൻവലിച്ചത്. അത്തരത്തിൽ നിലപാട് മാത്രമാണ് ജിയോ ബേബിക്കുള്ളത് എന്നും ഇത്തരത്തിൽ പ്രതിഷേധിച്ച ജിയോ ബേബി ആകട്ടെ, മഹേഷ് നാരായണ ആകട്ടെ, കമൽ ആകട്ടെ, ആരും
തന്റെ വേർഷനോ അല്ലെങ്കിൽ തനിക്ക് എന്താണ് പറയാനുള്ളതെന്നോ കേൾക്കാൻ തയ്യാറായില്ല എന്നുള്ള ഒരു പരിഭവവും അദ്ദേഹം പങ്കുവെക്കുന്നു. അതോടൊപ്പമാണ് അദ്ദേഹം ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെയും ഒപ്പം പരാതിയുമായി രംഗത്തെത്തിയ താൽക്കാലിക ജീവനക്കാരെയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള രണ്ട് പരാമർശങ്ങൾ പ്രധാനമായി നടത്തിയത്. വിദ്യാർത്ഥികളായാൽ പഠിക്കാൻ വരികയാണെങ്കിൽ പഠിക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ. കൂടുതൽ സമയം മറ്റ് സമരം ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഉടൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് വിട്ടുപോകണമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തുന്നത്. അല്ലെങ്കിൽ അത്തരമൊരു നിർദ്ദേശമാണ് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ കൂടിയായ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. ഇത് കൂടാതെയാണ് ഇവർക്ക് വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന തരത്തിൽ ഈ താൽക്കാലിക ജീവനക്കാരെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയത്. ഇത്തരത്തിൽ വളരെ അഭിനേതാക്കളായി അല്ലെങ്കിൽ നല്ല വസ്ത്രം ധരിച്ച് അഭിനേതാക്കളായി ക്യാമറകൾക്ക് മുന്നിൽ വന്ന് ഓരോ ദിവസവും ഇന്റർവ്യൂ കൊടുക്കുന്ന അവർ വലിയ സ്റ്റാറായി മാറി എന്നുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ ഇതോടൊപ്പം നടത്തുന്നത്. എന്തായാലും വളരെ ദീർഘമായ ഒരു ഇന്റർവ്യൂ ആണ് ഇത്. ഏകദേശം അരമണിക്കൂർ ഓളമുണ്ട്. ഇതിലാണ് എല്ലാ വിഷയവുമായി, അതായത് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന എല്ലാ വിഷയങ്ങൾക്കും അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അദ്ദേഹം ഇതോടൊപ്പം ഈ തനിക്കെതിരെ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ, പ്രത്യേകിച്ച് സജിതാ മഠത്തിലടക്കമുള്ള അവരുടെ പരാമർശം, സജിതാ മഠത്തിൽ പറഞ്ഞത് തനിക്ക് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്നത് എന്താണെന്ന് തനിക്കറിയാം എന്നുള്ളതാണ്. എന്നാൽ അത് അടൂർ ഗോപാലകൃഷ്ണൻ മറുപടി പറഞ്ഞത് അവരിപ്പോൾ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലില്ല, അവരുണ്ടായിരുന്ന കാലത്ത് പോലെയല്ല, ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. എന്നിട്ട് പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നതിനെ കുറിച്ച് സജിതാ മഠത്തിൽ പറയുന്നത് എന്നുള്ള മറുചോദ്യമാണ് ചോദിക്കുന്നത്. ഇതുകൂടാതെ കമൽ, മറ്റ് മഹേഷ് നാരായണൻ അടക്കമുള്ളവർ പ്രതിഷേധിച്ചതിനോട് അദ്ദേഹം പറഞ്ഞത് അവരെല്ലാം ഒരു വൈകാരിക ജീവികളാണ്, അവർ എന്തെങ്കിലും സമരമെന്ന് കേട്ടപ്പോൾ നേരെ പോയി സമരം ചെയ്യുകയാണ് ഉണ്ടായത്, അല്ലാതെ തന്റെ വേർഷനോ തന്റെ നിലപാടോ കേൾക്കാൻ ആരും തയ്യാറായില്ല എന്നുള്ള പരാമർശമാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. ഉമേഷ്, അത് തന്നെയാണ് നമുക്കറിയാം. വിശ്വവിഖ്യാതനായിട്ടുള്ള സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ഇത്തരത്തിലുള്ള സമൂഹത്തിലെ ജാതി വിവേചനത്തെക്കുറിച്ചും മറ്റ് അന്യായങ്ങളെക്കുറിച്ചുമൊക്കെ സിനിമയിലൂടെ മറുപടി പറയുകയും പ്രതിഷേധിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ്. പക്ഷെ അത്തരത്തിൽ ഉള്ള ഒരു മഹത് വ്യക്തിത്വം ഒരു സ്വന്തം വ്യക്തി ജീവിതത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ചെയർമാനായിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇത്തരത്തിൽ വളരെ വലിയ രീതിയിലുള്ള പരാതികൾ ഉയർന്നു വരുന്നു. അതും പ്രത്യേകിച്ച് ജാതി വിവേചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലൊരു നിലപാട് കൈക്കൊള്ളുക എന്ന് പറയുമ്പോൾ അത് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ, ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിഷയം തന്നെയല്ലേ? തീർച്ചയായും. പ്രത്യേകിച്ച് സർക്കാർ ഇപ്പോൾ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. സമിതി സംബന്ധിച്ച തെളിവെടുപ്പും മൊഴിയെടുക്കലുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഘട്ടത്തിലാണ് അടൂർ തന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. അടൂർ തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു, പരസ്യമായി ചാനലിൽ അദ്ദേഹം കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ആ നിലപാടിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഒരു കാരണവശാലും അവിടെ ഒരു ജാതി വിവേചനം ഉണ്ടായിട്ടില്ല, ഇത്തരത്തിൽ സംവരണം അട്ടിമറിക്കപ്പെട്ടിട്ടില്ല. അത് LBS ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവിടെ ഒരു വിദ്യാർത്ഥിയുടെ എഡിറ്റിംഗിൽ ഒരു വിദ്യാർത്ഥിക്ക് ജാതി സംവരണം വഴി എഡിറ്റിംഗിൽ അഡ്മിഷൻ കിട്ടേണ്ടതാണ്. പക്ഷേ അത് നൽകിയില്ല, അല്ലെങ്കിൽ അത് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയില്ല. ഒടുവിൽ അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി. ശരി ഉമേഷ്, ദയവായി തുടരുക. ഇപ്പോൾ കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള ശ്രീദേവ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീദേവ്, താങ്കൾ അക്കാദമി ചെയർമാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള ജാതി വിവേചനമൊന്നും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നിട്ടേയില്ല. ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ ആരോപണങ്ങളെല്ലാം പൊള്ളത്തരങ്ങളാണ്. സ്റ്റാർ ആകാൻ വേണ്ടി നടത്തുന്ന സമരങ്ങളും പരാതി ഉന്നയിക്കലും ഒക്കെ തന്നെയാണ്. പഠിക്കാൻ വരുന്നവർ പഠിച്ചിട്ട് പോകണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പരാമർശം എന്നുള്ളത്. അതൊരു ശരിയാക്കാൻ നോക്കുവാണെന്ന് തോന്നുന്നു. കാര്യം ഈ സംവരണ അട്ടിമറിയുടെ കാര്യം തന്നെ പറയുമ്പോൾ ഇവരൊന്നെങ്കിൽ LBSന് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ HODമാരുടെ തലയിൽ ഇട്ട് കൊടുക്കും. ഈ HODമാരെ കൊണ്ട് ഇന്റേണൽ കട്ട് ഓഫ് മാർക്ക് ഉണ്ടാക്കാൻ പറയണതും അത് ഈ പ്രോസ്പെക്ടസിൽ ഇല്ലാത്തൊരു സാധനമാണെന്ന് LBS കൃത്യമായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ അയച്ചിട്ടും അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് ഈ ആൾക്കാരുടെ സീറ്റ് കളഞ്ഞതെല്ലാം കൃത്യമായി ഡോക്യുമെന്റഡ് ആയിട്ട് അവിടെ കിടപ്പുണ്ട്. പിന്നെ ഈ ചേച്ചിമാരെ പറ്റി പറയുന്നത് അത് ഭയങ്കര മോശമാണ്, അങ്ങനെ പറയാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം, ഇവർക്ക് ഓഫീസ് ഓർഡർ ഉണ്ട്. ഈ അനക്സിയാണ് ഇവരുടെ വെളിയിലുള്ള താമസ സൗകര്യം എന്ന് പറയുന്നുണ്ടല്ലോ, എന്നാലും ഇവർക്ക് ഓഫീസ് ഓർഡർ ഉണ്ട്. ഇവിടുത്തെ ഒരാൾക്ക് സിനിമാറ്റോഗ്രാഫി ഡിപ്പാർട്ട്മെന്റ്, ഒരാൾക്ക് മെൻസ് ഹോസ്റ്റൽ, ഒരാൾക്ക് ലേഡീസ് ഹോസ്റ്റൽ, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഓരോ ഹോസ്റ്റലുകൾക്കും കൃത്യമായിട്ട് അവരെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ഓഫീസ് ഓർഡർ ഉള്ളപ്പോഴാണ് ഇവര് വെളിയിൽ 6 കിലോമീറ്റർ ദൂരമുള്ള ഒരു വീട് അനക്സിയാണെന്ന് പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇത് ഈ ചേച്ചിമാര് അവർക്ക് അനുഭവിച്ച പ്രശ്നങ്ങൾ അവർ തുറന്നു പറയാണ്. അവരത് പുറത്ത് പറയാൻ പെടുന്ന പാട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവര് ഞങ്ങളോട് വന്ന് ഈ വിഷമങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞു, ചേച്ചിമാർ ഇങ്ങനെയാണെങ്കിൽ നമുക്കിത് എന്തായാലും ഇത് ചെയ്യാം. കാര്യം ഞങ്ങളുടെ പ്രശ്നങ്ങളിലും ഒരുപാടുണ്ട്. ഞങ്ങൾ 2 വർഷമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊരു 2 മാസം കൊണ്ടുണ്ടായ സമരമൊന്നുമല്ല.
2019 ലോക്ക്ഡൌൺ തുടങ്ങി ഞങ്ങളുടെ ബാച്ച് കയറി ഈ ശങ്കർമോഹൻ വന്ന് ഞങ്ങളുടെ ബാച്ച് കയറി ഒരുമിച്ച ആ ഒരു സമയം തൊട്ട് തന്നെയാണ് ഈ പല കേസുകൾ ഈ കോടതിയിൽ ജാതി വിവേചനത്തിനെതിരെയും ഈ പ്രതികരണ നടപടിക്കെതിരെ 2 കേസ് കുട്ടികൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടാതെയാണ് ഈ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ വരുന്ന പ്രശ്നങ്ങൾ. ഇവർ ഈ കോഴ്സിൽ ആക്കുന്നത് വിദ്യാർത്ഥികളാണെന്ന് പറയുന്നുണ്ടല്ലോ. കൃത്യമായ ഒരു അക്കാഡമിക് കലണ്ടർ ഇതുവരെ ഞങ്ങൾക്ക് തന്നിട്ടില്ല. അക്കാഡമിക് കലണ്ടർ തന്നു കഴിഞ്ഞാൽ തന്നെ അറിയില്ല ഏത് ഡേറ്റിൽ കോഴ്സ് തീരുന്നു. അതെന്തുകൊണ്ട് ഇവർ തരുന്നില്ല? ഇവര് ഒരു സിലബസ് ഇപ്പൊ ഒരു പുതിയൊരു ബാച്ച് വന്നു കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ സിലബസ് ഇട്ടിട്ടാണ് അവരെ എൻട്രൻസിന് ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. ഇപ്പോഴും ആ കുട്ടികളുടെ സിലബസ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതും ഈ അടൂർ ഗോപാലകൃഷ്ണൻ പണ്ട് 1996 FTIയിൽ കൊണ്ടുവന്ന 3 വർഷം 2 വർഷമാക്കി ചുരുക്കിയപ്പോ അന്ന് അവിടെ പിള്ളേർ 100 ദിവസത്തിന് അടുപ്പിച്ച് സമരുന്ന സാധനം ഒരു സൈക്കിൾ പോലെ പുള്ളി പിന്നെ ഇവിടെ കൊണ്ടുവരാണ്. അപ്പൊ ഇതെല്ലാം പുള്ളി ഇങ്ങനെ ചെയ്തു വെച്ചിട്ടും ഞങ്ങളാണ് പ്രശ്നക്കാരെന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നു അതുമല്ല ഇത് ഇങ്ങനെ പറയുമ്പോഴും വേറൊരു കാര്യം വെച്ചാൽ പുള്ളി വേറെ ഞങ്ങളോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ പുള്ളി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പുള്ളി ഞങ്ങളോട് ഒരു തരത്തിൽ ഇതുവരെ സംസാരിക്കാൻ ശ്രമിച്ചിട്ടില്ല, ഞങ്ങളുടെ ഭാഗം കേൾക്കാൻ ശ്രമിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇതിങ്ങനെ പിന്നെയും പറയുമ്പോ ഇത് ഒന്നെങ്കിൽ ഈ പൊതുസമൂഹത്തിനെ പറ്റിക്കാണ്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അടുത്ത് ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്, ഞങ്ങൾ ശരിയായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഈ വിദ്യാർത്ഥികളെ മൊത്തം ഒഴിവാക്കി ഇവർ ഈ നടത്തുന്ന പരിപാടി എന്ന് പറയുന്നത് മൊത്തത്തിലൊരു വെള്ളപൂശലാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങള് ചെയ്യാനുള്ളതെല്ലാം അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പ്രസന്റ് ചെയ്തു. ഇത് എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഓൺലൈൻ വഴിയാണെങ്കിലും എല്ലാ വഴിയും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതിലൊരു വാലിഡിറ്റി ഉണ്ട്. അത് എവിടെ വന്ന് എത്ര പേര് അന്വേഷിച്ചാലും അതിലൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഇവർ ഈ പറഞ്ഞിറക്കുന്ന പരിപാടി ഒന്നും ഇതല്ല കറക്റ്റ്, ഇതിലൊരു ന്യായമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോഴും ഇതിനെ ഇങ്ങനെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ എന്തെങ്കിലും ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീദേവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിപ്പോൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ സമരമല്ല. കഴിഞ്ഞ 2 വർഷങ്ങളായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന വിവേചനമാണ്, അതിനെതിരെയുള്ള പ്രതിഷേധവുമാണ്. ഈ ജാതി സംവരണവുമായി ബന്ധപ്പെട്ട് ഈ അഡ്മിഷൻ സമയത്ത് ഇത്തരത്തിലുള്ള സംവരണം അട്ടിമറിക്കുന്നതിലൂടെ ദളിത് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പരാതി, അല്ലേ? അതെ അതെ. എത്ര വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ പുറത്തു നിൽക്കേണ്ടി വന്നിട്ടുള്ളത്? ഈ 60 സീറ്റുകളുണ്ട് മൊത്തം. 10 സീറ്റ് വീതം ഓരോ 6 ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ 60 സീറ്റുണ്ട്. ഈ 60 സീറ്റുകളിൽ 30 സീറ്റ് മെറിറ്റ് സീറ്റുകളും 30 സീറ്റ് റിസർവേഷൻ സീറ്റുകളാണ്. ഈ 30 റിസർവേഷൻ സീറ്റുള്ളത് SC, ST, OB, SC, BC, EWS ഈ ഇത്രയും കാറ്റഗറീസ് ഉൾപ്പെട്ടിട്ടാണ് ഈ 30% സീറ്റുള്ളത്. ഈ 30 സീറ്റുകളിലും സാധാരണയായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 60 കുട്ടികളെയും എൻട്രൻസ് ഈ 300 കുട്ടികളെ അടുപ്പിച്ച് എൻട്രൻസ് ഓറിയന്റേഷന് വിളിക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഒരു 40 പേര് വീതം. അപ്പൊ ഈ 40 പേര് വരുമ്പോൾ അവർ അതിനനുസരിച്ച് റിസർവേഷൻ കാറ്റഗറിയിൽ അലോട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ നിന്ന് ഇവർ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി തിരിച്ച് LBSന് അയക്കുമ്പോൾ LBS ആ കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് റിസർവേഷൻ കാറ്റഗറി എല്ലാം അനുസരിച്ച് ഇതിനെ അലോട്ട് ചെയ്യും. അതിന് പകരം പ്രോസ്പെക്ടസ് ഇല്ലാത്ത തരത്തിലൊരു ഇന്റേണൽ കട്ട് ഓഫ് മാർക്ക് ഉണ്ടാക്കി. എന്നിട്ട് സ്റ്റേറ്റ് മെറിറ്റിലുള്ള റിസർവേഷൻ കുട്ടികളെ റിസർവേഷനിലോട്ട് തട്ടി ആകെ 4 കുട്ടികൾക്ക് മാത്രമേ കറക്റ്റായ റിസർവേഷനിലൂടെ ഇവിടെ സീറ്റ് ലഭിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ വിദ്യാർത്ഥികളും സ്റ്റേറ്റ് മെറിറ്റിൽ കയറിയ വിദ്യാർത്ഥികളാണ്. റിസർവേഷനെ പൂർണ്ണമായി അട്ടിമറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അട്ടിമറി സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ എന്ത് വിശദീകരണമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്തു നിന്നുണ്ടായത്? അത് LBS ആണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോഴാണല്ലോ ഈ LBSന്റെ ലെറ്റർ വരുന്നത്. ഈ ഞങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനെ കാണാൻ പോയപ്പോൾ ആ ഒരു സമയത്ത് ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഉൾപ്പെടെ LBSന്റെ ഡയറക്ടറിനെ വിളിച്ചു. അപ്പൊ ഈ LBSന്റെ ഡയറക്ടർ അപ്പൊ പറയണത് ഇതുപോലെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞ ഡയറക്ടറാണ്. അപ്പൊ ആ സമയം പെട്ടെന്ന് ഡയറക്ടർ പറഞ്ഞു അത് ഞാനല്ല, അത് HOD-മാരാണ് ഇന്റേണൽ കട്ട് ഓഫ് മാർക്ക് തീരുമാനിച്ചത്. അവര് തീരുമാനിച്ചനുസരിച്ചിട്ടാണ് ഞാൻ പിള്ളേരെ എടുത്തത്. ഈ ഇന്റേണൽ കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞൊരു ആശയം പോലും പ്രോസ്പെക്ടസിലില്ല. അങ്ങനെ ഒരു പരിപാടി ചെയ്യരുത്. അങ്ങനെ ഒരു പരിപാടി ചെയ്താൽ തന്നെ അത് കാറ്റഗോറിക്കൽ വൈസ് റിലാക്സേഷൻ ഉണ്ടാവണം. അങ്ങനെ ഒരു പരിപാടി ചെയ്യരുതെന്ന് പറയുമ്പോൾ തന്നെ അത് ചെയ്ത് അത് പിന്നെ ഒരു അക്കാഡമിക് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കി ഈ HOD-മാരെ അതിനകത്ത് ഉൾപ്പെടുത്തി ഇവര് പെട്ടെന്ന് റെഡിയാക്കുമായിരുന്നു. അത് ഈ LBS പറഞ്ഞു, LBS ഇതുപോലെ ഇങ്ങനെ നിങ്ങൾ മാറ്റം വരുത്തണമെങ്കിൽ ഒരു ഇന്റേണൽ പോളിസി ഉണ്ടാകണം, അല്ലാതെ LBS ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ ഒഫീഷ്യലായിട്ടൊരു ഇതുണ്ടല്ലോ, അവർ അയച്ചൊരു ലെറ്റർ ഉണ്ടല്ലോ. ആ ലെറ്റർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവര് ഇത് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നടന്നത്. അന്നത് മിനിസ്റ്ററിന് മനസ്സിലായി. അപ്പൊ ഇത് മൊത്തത്തിൽ ഈ പരിപാടി ഇതിൽ വ്യത്യാസം നടന്നിട്ടുണ്ട്. പക്ഷെ പുള്ളി ഒന്നെങ്കിൽ ഇത് ഗവൺമെന്റിന്റെ തലയിൽ കെട്ടിവെക്കും, അല്ലെങ്കിൽ ഇത് ഈ HOD-മാരുടെ തലയിൽ കെട്ടിവെക്കും. ഈ ശങ്കർ മോഹന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള അഴിമതികൾ അല്ലെങ്കിൽ ഈ ജാതി വിവേചനമൊക്കെ നടക്കുന്നത്. ഈ സംവരണം അട്ടിമറിച്ചതുപോലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് എന്നുള്ളതാണ് നിങ്ങൾ കരുതുന്നത്, അല്ലേ? അല്ല, ഞാന് ജനറൽ സെക്രട്ടറി, ഫസ്റ്റ് ഇയർ റെപ്രസെന്റേറ്റീവ്, ഞങ്ങൾ 3 പേര് സമരം തുടങ്ങി 3-ാം ദിവസം ആയപ്പോ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനെ കാണാൻ വരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, ഇങ്ങനെ ഒരു ഇന്റേണൽ കട്ട് ഓഫ് മാർക്ക് പ്രോസ്പെക്ടസിൽ ഇല്ല. അപ്പൊ ഇന്റേണൽ കട്ട് ഓഫ് മാർക്ക് പ്രോസ്പെക്ടസ് ഇല്ലാത്തൊരു പരിപാടി ചെയ്തപ്പോ അപ്പൊ അവിടെ നിന്ന് വന്നൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ക്വാളിറ്റി കുറയുന്നതാണ്. അപ്പൊ ഈ 265 കുട്ടികളെ ഓറിയന്റേഷൻ എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് 133 കുട്ടികളുടെ ലിസ്റ്റ് ഇവരെടുത്ത് തിരിച്ചയച്ചു കൊടുക്കുകയാണ്.
അപ്പൊ ആ തിരിച്ചയച്ചു കൊടുക്കുന്ന ലിസ്റ്റിൽ ഈ പറയുന്ന റിസർവേഷൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ആ സീറ്റുകൾ ഫില്ലാവില്ല. അപ്പൊ ഇതെല്ലാം ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ തലത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അത് ഇവർ ഇത്രയും കാലം ഒളിച്ചു വെച്ചിട്ട് പെട്ടെന്ന് ഇത് പുറത്തു വന്നപ്പോൾ ഇവരിത് ബാക്കിയുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലായത്. തീർച്ചയായും വെള്ള പൂശാനുള്ളൊരു ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് ശ്രീദേവ് പറയുന്നത്. ശ്രീദേവ്, അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഒരു ഇഷ്യൂ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്നത് ഇത്തരത്തിൽ ഈ താൽക്കാലിക ജീവനക്കാരെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് സംബന്ധിച്ചിട്ടാണ്. അതായത് അവരെ കൊണ്ട് പേഴ്സണൽ ക്വാർട്ടേഴ്സ് വൃത്തിയാക്കിക്കുന്നു, അതും കൈകൊണ്ട് കക്കൂസ് അടക്കം കഴുകാൻ നിർബന്ധിക്കുന്നു ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ എന്നത് അടക്കമാണ് മറ്റൊരു പരാതി. പക്ഷേ ഈ പരാതികളെല്ലാം കെട്ടിച്ചമച്ചതാണെന്നുള്ളതാണ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ പറയുന്നത്. അല്ല, ആ ജീവനക്കാർ പറയുന്നതിലൊരു സത്യമുണ്ട്, അതിലൊരു കാര്യമുണ്ട്. അത് അസോസിയേറ്റ് ചെയ്ത് ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റി എല്ലാ ധാരണകളുണ്ട്. ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയാം അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്. ഇവിടെ പല ചേച്ചിമാരും 1.5 മണിക്കൂറെന്ന് പറയുമ്പോഴും ഓരോ ചേച്ചിമാരും രാത്രി അവിടെ ചെന്നിട്ട് രാത്രി ഇറങ്ങിപ്പോയി പുള്ളി ഒരു ഓട്ടോ പോലും വിളിച്ചു കൊടുക്കാതെ ഇവിടുന്ന് സെക്യൂരിറ്റിനെ വിളിച്ച് സെക്യൂരിറ്റി അവിടുന്ന് വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുത്ത് അങ്ങനെയൊക്കെ പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഈ പറയണ അവിടെയുള്ള ഓരോ ജീവനക്കാർക്കും അറിയാവുന്ന കാര്യമാണ് ഇങ്ങനത്തെ കാര്യങ്ങളോട് നടക്കുന്നുണ്ടെന്ന്. ഇത് ഇവർ ചെന്ന് അഡ്മിനിസ്ട്രേഷനിലോട് പറയുമ്പോൾ ഇവരോട് പറയുന്നത് ഈ കോൺട്രാക്റ്റിലാണ് നിങ്ങളെ പിരിച്ചുവിടാൻ പറ്റും, പിരിച്ചുവിട്ട് പുതിയ ആൾക്കാരെ എടുക്കാൻ പറ്റുമെന്ന്. അപ്പൊ ഇങ്ങനെ പേടിപ്പിച്ച് വെച്ചിട്ടാണ് ഇത്ര നാൾ ഈ പരിപാടി ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ ആ സ്ട്രൈക്ക് തുടങ്ങുന്നതിന്റെ ഒരാഴ്ച, ആ ഒരു മുമ്പത്തെ ആഴ്ച വരെ ഈ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണിത്. എന്തായാലും ഈ സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്കെതിരെ വളരെ മോശമായിട്ടുള്ള പരാമർശമാണ് ചെയർമാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇനിയും സമരപരിപാടികളുമായി ഏത് വിധേന നിയമപരമായി ഒക്കെ ഈ ഒരു വിഷയത്തെ നേരിടാനാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്? അല്ല, ഇതിപ്പോ സിനിമ പഠിക്കാൻ വന്ന വിദ്യാർത്ഥികൾ സിനിമ പഠിച്ചിട്ട് പോകണമെന്ന് പറയുന്നത് കറക്റ്റാണ്. സിനിമ പഠിച്ചിട്ട് പോകണം, പക്ഷെ സിനിമ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി വെക്കണം. ഇവിടെ ഒരു തിയേറ്റർ പണിത് വെച്ചിട്ടുണ്ടെങ്കിൽ 150 സീറ്റുള്ള തിയേറ്റർ പണിത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാ ദിവസവും അക്കാഡമിക് സ്ക്രീനിങ് നടത്തേണ്ട ചുമതല ഇവിടുത്തെ ഈ പണിത് വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് തന്നെയുള്ള, അല്ലെങ്കിൽ ആ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഇരിക്കുന്ന ആൾക്കാരാണ്. ആ സിനിമ ആ ഒരു ഡെയിലി സ്ക്രീനിങ് ഒഴിവാക്കത്തില്ല. തിയേറ്റർ മിക്സിംഗ് സ്റ്റുഡിയോ ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കുന്നു. അടൂർ സാർ പറഞ്ഞല്ലോ ലൈബ്രറിയിൽ ബുക്ക് ഉണ്ടോന്ന്. ഇവിടുത്തെ ലൈബ്രറി ഒന്ന് നിങ്ങൾ തന്നെ നോക്കണം. ഇവിടെ ആവശ്യത്തിനുള്ള പുസ്തകങ്ങളില്ല. സിലബസിൽ പറയുന്ന റെഫറൻസ് പുസ്തകങ്ങൾ പോലും ഇവിടെ ഇല്ല. ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി പറയുന്ന പോലെ ഈ ശങ്കർമോഹനും അടൂരും വന്നിട്ടാണ് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൂടുന്നതെന്ന് പറയുമ്പോഴും ഈ പറയുന്ന DIC യൂട്ടും പ്രിവ്യൂ തിയേറ്ററൊക്കെ മന്ത്രി KT ജലീൽ ഇവരൊക്കെ വരുന്നതിന് മുന്നേ ഉദ്ഘാടനം ചെയ്ത് അതിന്റെ പരിപാടികൾ തുടങ്ങിയതാണ്. ഇവർ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ആകെ മേടിച്ചിട്ടുള്ള ഒരു 13 ലക്ഷം രൂപ വിലയുള്ള ഒരു സാസ്ലറിന്റെ ഒരു ട്രൈപോഡാണ്. ആ ട്രൈപോഡ് തന്നെ ഞങ്ങൾ മര്യാദയ്ക്ക് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അത് 2021 ആ ഒരു സമയത്ത് എന്തോ മേടിച്ചിട്ട് ഇതുവരെ അത് റെക്ടിഫൈ ചെയ്ത് തിരിച്ചു കിട്ടിയിട്ടില്ല. അതിപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇവിടെ ഒരു തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഇതും ഇവരാരും കൊണ്ടുവന്നിട്ടില്ല. അപ്പോഴിവർ ഇതിനെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരിതെല്ലാം കൊണ്ടുവന്നു, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നന്നാക്കുന്നത് ഇവരാണ്, നല്ലതാണ്. ഇവരിപ്പോ ഓൾറെഡി നല്ല രീതിയിൽ ഉണ്ടായിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നശിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പോഴാണ് ഇത് നന്നായെന്ന് പറയുമ്പോൾ അത് ബാക്കിയുള്ള ഇതിനു മുമ്പുണ്ടായ ഇത്രയും പരിപാടികൾ ചെയ്ത് അല്ലെങ്കിൽ ഇതിന് ഈ ഒരു നിലയിൽ എത്തിച്ച ആൾക്കാരെ മൊത്തത്തിൽ ഇത് ചെയ്യുന്ന രീതിയിലാണല്ലോ അതിന്റെ ഒരു ഇത് വരുന്നത്. ഞങ്ങളോട് പ്രതികരിച്ചതിനായി ഇപ്പോൾ സംവിധായകൻ ജിയോ ബേബി കൂടി നമുക്ക് ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ ജിയോ ബേബി, താങ്കൾക്കെതിരെയും അടൂർ ഗോപാലകൃഷ്ണൻ വളരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. തന്നെ ഉപയോഗപ്പെടുത്തി ആളായ വ്യക്തിയാണ് ജിയോ ബേബി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ. ഇപ്പോൾ അദ്ദേഹം ഇത്തരത്തിലൊരു പരസ്യ പ്രതികരണം കൂടി നടത്തിയ സ്ഥിതിക്ക് എന്താണ് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത് ഈ വിഷയത്തിൽ? അദ്ദേഹം എനിക്കെതിരെ നടത്തിയ പരാമർശത്തെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ ബഹുമാനിക്കുന്ന ഒരു ഫിലിം മേക്കറാണ് അദ്ദേഹം. ഞാൻ തന്നെ അദ്ദേഹത്തെ ഇവിടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കാണണമെന്ന് പറയും. അദ്ദേഹം കാണുകയും അദ്ദേഹം ഒരു അഭിപ്രായം പറയുകയും ചെയ്തു. ആ അഭിപ്രായം ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ അന്ന് അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇന്ന് ഒരു പറ്റം വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ തലപ്പത്തിരുന്ന് ഇങ്ങനെ വൃത്തികേട് കാണിക്കുമ്പോൾ എനിക്ക് അടൂർ ഗോപാലകൃഷ്ണനെ കൈയടിക്കാൻ സൗകര്യമില്ല. അപ്പോ അദ്ദേഹത്തെ താങ്കൾ തുടർന്നോളൂ. അല്ല, ഞാൻ അദ്ദേഹത്തെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. പറഞ്ഞ അതിനെക്കുറിച്ച് എനിക്ക് ഒരു പരാമർശം നടത്താൻ അത് അദ്ദേഹം ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നെങ്കിൽ അത് പ്രതികരിച്ചോട്ടെ. പക്ഷെ ഇത് അതൊന്നും അല്ല. ഇത് ജാതീയമായ വിവേചനം കാണിച്ചിട്ടില്ല. വിദ്യാർത്ഥികളാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറയുന്ന ഇദ്ദേഹം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒരു മാധ്യമ സ്ഥാപനത്തോടാണ് പറഞ്ഞത് 88 വിദ്യാർത്ഥികൾ, ഒരു കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികൾ സമരത്തിലാണ്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ ഒരുമിച്ച് നിന്ന് സമരം ചെയ്യുന്നു. ഒരു പ്രശ്നവുമില്ലാതെ എങ്ങനെയാണ് ഇത്രയും വിദ്യാർത്ഥികൾക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുക?
സംവരണം അട്ടിമറിക്കപ്പെട്ടു അല്ലെ? LBSന്റെ പരീക്ഷാ മൂല്യനിർണ്ണയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന രേഖകളൊക്കെ ഈ വിദ്യാർത്ഥികൾ തന്നെ പുറത്തുവിട്ടതാ. എന്നിട്ടും ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നതിന് എന്ത് ഉളുപ്പില്ലായ്മയാണ് ഈ കാണിക്കുന്നത്? പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് പോകണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ഈ പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് പോകാനുള്ള അന്തരീക്ഷം ഉണ്ടാവണ്ടേ അല്ലേ? അവിടെ പഠിപ്പിക്കാനുള്ള അന്തരീക്ഷം ഇല്ലല്ലോ. അവിടുത്തെ പല അധ്യാപകരോടും അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ. ഇതേ വിവേചനങ്ങളും ഇതേ പ്രശ്നങ്ങളും തന്നെയാണ്. ഇപ്പോ അവിടെ തന്നെ ജാതി വിളിച്ച് അധിക്ഷേപിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ സ്ത്രീകൾ ഇരുന്ന് പറയുന്ന വീഡിയോ നമ്മളെല്ലാം കണ്ടതല്ലേ? അതിന്റെ സത്യാവസ്ഥ ഞാൻ അന്വേഷിച്ചതാണ്. അല്ല, നമ്മളിപ്പോ ഒരാളൊരു മീഡിയ വന്നിരുന്ന് പറയുന്ന കാര്യം മുഴുവൻ നേരാണെന്ന് വിശ്വസിക്കുന്ന ഒരു മൂഢനല്ല ഞാൻ. ഈ കഴിഞ്ഞ കുറെ നാളായിട്ട് ഞാൻ ഒരു സാമൂഹ്യ വിഷയങ്ങളും കാര്യമായി ഇടപെടാതെ എന്റേതായിട്ടുള്ള ഇരിക്കുകയായിരുന്നു. എനിക്ക് ഏറ്റവും അടുത്ത ആൾക്കാരെ താൻ ഇനി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്ന സമയത്താണ് ഈ വിഷയം വരുന്നത്. എനിക്ക് ഇടപെടാതിരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇവിടുത്തെ സത്യാവസ്ഥ അറിയാവുന്നത് കൊണ്ടാണ് ഇടപെട്ട് പോകുന്നത്. ആ സ്ത്രീകൾക്ക് എന്താ അത് പുള്ളി പറഞ്ഞല്ലോ, അത് അവരുടെ ഡ്യൂട്ടിയാണ്. അത് എങ്ങനെയാണ് അവരുടെ ഡ്യൂട്ടി ആവുന്നത്? ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് ബാത്റൂം കഴുകി കൊടുക്കുന്നത് എങ്ങനെയാണ് അവരുടെ ഡ്യൂട്ടി ആവുന്നത്? ഇനി അതിന് ഇവർ പേ ചെയ്യണ്ടേ? ഇനി അങ്ങനെ ചെയ്യുന്ന അവർ തയ്യാറാണ് ചെയ്യുന്നു. ആ സ്ത്രീകൾ നേരിട്ടിട്ടുള്ള അധിക്ഷേപം എത്രയാണ്? അത് ഈ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് നേരിട്ടിട്ട് നമ്മൾ ഇന്നും അതിനെതിരെ ഒന്നും ചെയ്യാതിരിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന്. ഗവൺമെന്റ് എന്ത് തരം നിലപാടാണ് ഇതിൽ സ്വീകരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ 88 എന്നുള്ള നമ്പർ കുറവുള്ളതുകൊണ്ടാണ്, അതോ ഇതിൽ ഈ പറയുന്ന പോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇടപെടാത്തത് കൊണ്ടാണ്? അതിന് ജനശ്രദ്ധ കിട്ടാത്തത് കൊണ്ടാണ്? എന്താണ് ഇത്? കേരളത്തിലെ വെറും KR നാരായണൻ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന ഒരു സമരമല്ല ഇത് കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന, വരും നാളുകളിൽ മെൻഷൻ ചെയ്യപ്പെടാൻ പോകുന്ന ഒരു സമരമാണിത്. ഇത് ജയിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ അടൂർ ഗോപാലകൃഷ്ണൻ എന്തെല്ലാമാണ് പറഞ്ഞത് ഞാൻ അറിഞ്ഞത്. അദ്ദേഹം WCCയിലെ അംഗങ്ങളെ ഏതൊക്കെ രീതിയിലാണ് അധിക്ഷേപിച്ചത്. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ വാല്യൂ. അദ്ദേഹം ചെയ്ത സിനിമകളോടും അദ്ദേഹം ചെയ്ത സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളോടൊക്കെ എനിക്ക് യാതൊരു അഭിപ്രായത്തില്ല. അതൊക്കെ ഉണ്ട്. അത് അന്ന് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ഇന്ന് എങ്ങനെയാണ് അത് ന്യായീകരിക്കാൻ സാധിക്കുന്നത്? എന്റെ സിനിമയെ അയാൾ നല്ലത് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇന്ന് എന്ത് ചെയ്യണം? അയാൾ പറയുന്ന മുഴുവൻ വിഴുങ്ങണം? എനിക്ക് സൗകര്യമില്ല. അയാൾ പറയുന്ന കേൾക്കാനോ അനുസരിക്കാനോ പറ്റുന്ന ഒരു തലമുറയോടല്ല അയാൾ സംവദിക്കുന്നത്. അതൊക്കെ കാലം കഴിഞ്ഞു പോയി. അത് ഇവിടെ ഗവൺമെന്റ് എന്താണ് മനസ്സിലാക്കാത്തത്? ഇത്രയും ദിവസമായിട്ട് സമരം ചെയ്യും. ആ സമരത്തെ എങ്ങനെയെല്ലാം അടിച്ചമർത്താൻ നോക്കുന്നു സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. ഈ സമരത്തെ കണ്ട് മനസ്സിലാക്കിയ പിള്ളേരോടെ നിൽക്കുന്ന ഒരു ഭരണ സംവിധാനം, ഒരു ഭരണകൂടം ഉണ്ടാകുമ്പോഴല്ലേ ഒരു സ്റ്റേറ്റ് നന്നാവുന്നത്. എത്ര സമരങ്ങൾ കണ്ട നാളെ, എത്ര സമരങ്ങൾ നടത്തി വിജയിപ്പിച്ച ഒരു എന്താ പറയുക, ഒരു കക്ഷിയാണ് ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത്. അവരെന്താ ഈ സമരത്തെ കാണാതിരിക്കുന്നത്? അടൂർ ഗോപാലകൃഷ്ണനോടുള്ള വ്യക്തിയല്ല, ആ സ്ഥാനത്തിരുന്ന് അദ്ദേഹം ചെയ്യുന്ന, അല്ലെ ശങ്കരമോഹൻ എന്ന് പറഞ്ഞ ഇവരൊക്കെ ചെയ്തു കൂട്ടുന്ന വൃത്തികേടുകൾക്ക് നമുക്ക് കൂട്ടു നിൽക്കാൻ പറ്റത്തില്ല. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്തിനാണ്? നമ്മളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തിനാണ്? ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിനിമ എടുത്തതിന്, ഹോമോസെക്ഷൽ കണ്ടന്റ് ഉള്ള സിനിമ എടുത്തതിന്, ഷോർട്ട് ഫിലിം എടുത്തതിന് കോളേജിൽ നിന്ന് പുറത്തായ ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. എന്തിനാണ് ഇങ്ങനെ ഇവർ പഠിപ്പിക്കുന്നത്? സിനിമ പഠിക്കാൻ ചെന്ന ഒരാളെ സിനിമ എടുത്തു എന്ന് പറഞ്ഞ് പുറത്താക്കുന്നു. ഇപ്പോൾ അവിടെ അവർക്ക് സിനിമ പഠിക്കാൻ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന മനുഷ്യരോട് ഇത്ര വിവേചനപരമായിട്ട് എങ്ങനെ പെരുമാറുന്നു? അവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളോട് ഈ നമുക്ക് കേട്ട അവിശ്വസനീയമായ തരത്തിൽ എങ്ങനെ ഒരു തൊഴിലാളിയോട് മോശമായി പെരുമാറാൻ ഇവർക്ക് സാധിക്കുന്നു? ഇതൊന്നും ഈ കാലത്ത് വെച്ച് പൊറിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് ആ പിള്ളേരുടെ കൂടെ ഉണ്ട്. അവരിപ്പോൾ എത്ര ദിവസമായി സമരം തുടങ്ങിയിട്ട്? അവരല്ല, ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട് ആ സമരത്തിൽ. ആ സമരം ഒരിക്കലും തണുത്തു പോവില്ല. അത് കൃത്യമായ സമയത്ത് സമരത്തിൽ ശക്തമായ ഇടപെടൽ ഉണ്ടാകുകയും സമരത്തെ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യും, വിജയിക്കുക തന്നെ ചെയ്യും. ഈ വിജയിക്കാതെ നിർവാഹമില്ല. അതുകൊണ്ടാണ് തോറ്റുപോകുന്നത് നമ്മളെല്ലാവരുമാണ്. ഈ സമരം തോറ്റാൽ തോക്കുന്നത് കേരളത്തിലുള്ള എല്ലാ മനുഷ്യരും കൂടെയാണ് തോക്കുന്നത്. അതിന് സമ്മതിക്കരുത്. തീർച്ചയായും. എന്തായാലും ഈ സമരം വിജയിക്കും എന്നുള്ള ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് സമരാനുകൂലികൾ ഉള്ളത്. സംവിധായകൻ ശ്രീ ജിയോ ബേബിയാണ് നമ്മളോട് പ്രതികരിച്ചത്. വളരെ നന്ദി ശ്രീ ജിയോ ബേബി ഈ നിമിഷം ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കും ചർച്ചയിലേക്കും തന്നെ തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കക്കൂസിനകത്തോട്ട് കൈയിട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ അതിനേക്കാൾ ആഭാസമായിട്ട് വല്ലതും പറയാമായിരുന്നു. സജിതാ മഠത്തിൽ പറഞ്ഞത് എനിക്കറിയാം അവിടെ എന്താണ് നടക്കുന്നത്. അവർക്ക് അറിഞ്ഞൂടാ. കാരണം അവരെത്രയോ നാൾ മുമ്പേ അവിടെ നിന്ന് റിസൈൻ ചെയ്തു പോയി. ജാതി വിവേചനം എന്തോന്നും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഠിക്കണമെന്ന് വളരെ നിർബന്ധമുള്ളവരത് ചെയ്യത്തില്ല. ആരോടാ സ്ട്രൈക്ക് ചെയ്യുന്നത്? ആരെയാണ് തോൽപ്പിക്കാൻ നോക്കുന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് അതിനുണ്ടാകാവുന്ന ഒരു 30 വർഷത്തെ പ്രോഗ്രസ് നമ്മൾ ഉണ്ടാക്കി. അതിനെ മുഴുവൻ പൊളിച്ച് നാശമാക്കുകയാണ് അവർ ഈ സമയം കൊണ്ട് ചെയ്തത്. ഇത് ഞാൻ പറയാതിരിക്കാൻ ഒക്കത്തില്ല.
തിരികെ വാർത്തകളിലേക്ക്. കെ.ആർ. നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജാതി വിവേചനം നടന്നിട്ടില്ലെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ. പ്രചരിക്കുന്നത് തെറ്റായ വിവരങ്ങളാണ്, വിവാദമല്ല അപവാദമാണ് നടക്കുന്നതെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ കൂടിയായ അടൂർ ഗോപാലകൃഷ്ണൻ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. ഉമേഷ് ബാലകൃഷ്ണൻ തുടരുന്നുണ്ട് നമുക്കൊപ്പം. ഉമേഷ്, ജാതി വിവേചനം നടന്നിട്ടില്ല, ഈ ഉണ്ടായിട്ടുള്ള പ്രചരണങ്ങളൊക്കെ തന്നെയും കെട്ടിച്ചമച്ചതാണ് എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ ആവർത്തിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ പ്രകടമാണ് അദ്ദേഹത്തിന് ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോടും അതോടൊപ്പം തന്നെ ഈ ഒരു പരാതിയുമായി മുന്നോട്ട് വന്ന സാധാരണക്കാരായ സ്ത്രീകളോടുമുള്ള ഈ വിഷയത്തിന്മേലുള്ള ഒരു ധാർഷ്ട്യം എന്നുള്ളത്. ഒരിക്കലും അദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പരാമർശങ്ങളാണ് ഈ വിഷയത്തിന്മേൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും സംവിധായകൻ ജിയോ ബേബി പറഞ്ഞതുപോലെയും വിദ്യാർത്ഥി ശ്രീദേവ് നമ്മളോട് പ്രതികരിച്ചതുപോലെയും ഒക്കെ തന്നെ ഇത് ഇന്നോ നാളെയോ അവസാനിക്കാൻ പോകുന്ന ഒരു സമരമല്ല. ഇത് പരിഷ്കൃത സമൂഹം എന്ന് നമ്മൾ അവകാശപ്പെടുന്ന കേരളത്തിന് അപമാനമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. സർക്കാർ എന്ത് നിലപാടാണ് ഈ ഒരു വിഷയത്തിൽ ഇതിനോടകം കൈക്കൊണ്ടിട്ടുള്ളത്? സർക്കാർ ഒരു ഘട്ടത്തിൽ, അതായത് IFFK വേദിയിൽ IFFK സാധാരണ ഇത്തരത്തിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ഈ വിദ്യാർത്ഥികൾക്ക് ഫിലിം കാണാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടി IFFIയിലും IFFKയിലും പ്രത്യേക സൗകര്യം ഒരുക്കിയിരുന്നു. അവർക്ക് റൂം അടക്കം ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഇവരുടെ റൂം ഈ കെ.ആർ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതർ ഇടപെട്ട് റദ്ദാക്കി. അത് ആദ്യഘട്ടത്തിൽ അവിടെയാണ് സർക്കാരിന്റെ ഇടപെടൽ വരുന്നത്. അതായത് IFFK വേദിയിലെ പ്രതിഷേധത്തിന് പിന്നിൽ സർക്കാർ അവിടെ ഇടപെട്ടു. കെ.ആർ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ബോർഡ് ആവശ്യപ്പെട്ടു ആ വിദ്യാർത്ഥികൾക്ക്, തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ റൂം തിരികെ എടുത്ത് നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. അത് ആ ഒരു തിരുത്തൽ മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിനുശേഷം കെ.ആർ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നടക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. 2 അംഗ സമിതിയാണുള്ളത്. ഈ സമിതി ഇപ്പോൾ അവരുടെ പഠനം തുടരുന്നുണ്ട്. മറ്റ് നടപടികളൊന്നും, മറ്റു തിരുത്തൽ നടപടികളൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും വിദ്യാർത്ഥി സമരം അത് അതേ രീതിയിൽ തുടരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടുതൽ സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം മുൻകൂട്ടി കണ്ടാണ് കളക്ടർ ഇടപെട്ട് താൽക്കാലികമായി ഇൻസ്റ്റിറ്റ്യൂട്ട് അടച്ചത്. പക്ഷെ അങ്ങനെയല്ല, വരും ദിവസങ്ങളിലും ഇതിനൊരു തീർപ്പ് കൽപ്പിച്ചില്ല, അല്ലെങ്കിൽ ഇതിനൊരു തീരുമാനമായില്ല എങ്കിൽ സമരം ശക്തമായി തന്നെ തുടരും. അപ്പോഴും ഇതിൽ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നതിന്റെ ചില സാങ്കേതിക പിഴവുകൾ അല്ല എങ്കിൽ ചില തെറ്റുകളുണ്ട്. അതിലൊന്ന് ഈ ജാതി വിവേചനം, അതായത് സംവരണ തത്വം, ഈ അഡ്മിഷന് വേണ്ടിയുള്ള സംവരണ തത്വം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് എന്ത് കട്ട് ഓഫ് മാർക്കിന്റെ പേരിലാണെങ്കിലും അത്തരമൊരു പ്രോസ്പെക്ടസിൽ ഇല്ലാത്ത ഒരു കാര്യം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇടപെട്ട് ആ വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ നൽകണമെന്നാവശ്യപ്പെട്ടത്. പക്ഷേ അദ്ദേഹം അതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് കൊൽക്കത്ത ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ ലഭിക്കുകയും അദ്ദേഹം അങ്ങോട്ട് പോവുകയും ചെയ്തു. അല്ല എങ്കിൽ അദ്ദേഹം കെ.ആർ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ തുടർന്ന് പഠിക്കുമായിരുന്നു. പക്ഷെ അവിടെ ഒരു വിവേചനം ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. അതിന് അദ്ദേഹം പറയുന്നത് ന്യായീകരണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം LBS ആണെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, അത് കട്ട് ഓഫ് മാർക്ക് നിശ്ചയിക്കുകയും അതിൽ ബോധപൂർവമായി സംവരണ തത്വം പാലിക്കാതെ പോവുകയും ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഒന്നുകിൽ ആ യാഥാർത്ഥ്യം പൂർണ്ണമായി അദ്ദേഹം മനസ്സിലാക്കിയിട്ട് നേരെ തിരിച്ചു പറയുന്നു, അല്ല എങ്കിൽ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. രണ്ടാമത്തെ കാര്യം, ഈ ജീവനക്കാരുടെ, വനിതാ ജീവനക്കാരുടെ സ്വീപ്പർ തസ്തികയിൽ ജോലി ചെയ്യുന്ന, അടിസ്ഥാന ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ പ്രശ്നങ്ങളാണ്. അവരിൽ 4 സ്ത്രീകളും കൃത്യമായി മീഡിയയുടെ മുന്നിൽ വന്ന് അവരുടെ ബുദ്ധിമുട്ടുകൾ തുറന്നു പറഞ്ഞു. അത് പക്ഷെ അങ്ങനെ നടക്കുന്നില്ല എന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ അവകാശപ്പെട്ടത്, അല്ലെങ്കിൽ പറഞ്ഞത്. ഒന്നുകിൽ അത് പൂർണ്ണമായി ഈ പറഞ്ഞതുപോലെ അദ്ദേഹം എന്തായാലും പരാതി, ഈ ജീവനക്കാരുടെ പരാതിയും അവിടെ നിൽക്കുന്നുണ്ട്. അക്കാര്യത്തിലും ഈ സമിതി പരിശോധനകൾ നടത്തും. അപ്പോഴും അവരെ നിയമിക്കുമ്പോൾ ഈ പറയുന്നത് പോലെ ഡയറക്ടറുടെ ക്വാർട്ടേഴ്സ് വൃത്തിയാക്കി നൽകണമെന്നുള്ള ആവശ്യം അതിന്റെ ഭാഗമായി, അല്ലെങ്കിൽ നിയമന ഉത്തരവിന്റെ ഭാഗമായി നൽകിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ ക്വാർട്ടേഴ്സ്, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ മാറിയുള്ള ക്വാർട്ടേഴ്സ് അവർ നേരിട്ട് പോയി വൃത്തിയാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ ഈ വിഷയത്തിൽ പറയുന്നത് ഇവരുടെ ജോലിയുടെ ഭാഗമാണ് ഇത്തരത്തിൽ ഈ ഒരു ക്വാർട്ടേഴ്സ് വൃത്തിയാക്കി നൽകുന്നതും എന്നുള്ളതാണ്, അല്ലേ? തീർച്ചയായും അദ്ദേഹം പറയുന്നത് അത് കാരണം സർക്കാർ ശങ്കർ മോഹനെ കേരളത്തിലേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായി വിളിച്ചുകൊണ്ടുവരുമ്പോൾ സർക്കാർ വാഗ്ദാനം ചെയ്തതാണ് ക്വാർട്ടേഴ്സ്, താമസ സൗകര്യം അടക്കമുള്ളവ. സ്വാഭാവികമായി അത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 6 കിലോമീറ്റർ മാറിയുള്ള ഈ ക്വാർട്ടേഴ്സ് അത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമാണ്. സ്വാഭാവികമായി അവിടെ ജോലി ചെയ്യുക എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് അവിടെ ജോലി ചെയ്യിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു 6 കിലോമീറ്റർ മാറി അവിടെ പോയി ജോലി ചെയ്യിക്കാനുള്ള
അല്ലെങ്കിൽ ജോലി ചെയ്യണം എന്നുള്ളൊരു ആവശ്യം സ്വാഭാവികമായി അവരുടെ കരാർ വ്യവസ്ഥയിൽ ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായി അദ്ദേഹം ന്യായീകരിക്കുമ്പോഴും അതിൽ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത് പൂർണ്ണമായി ന്യായീകരിക്കുമ്പോഴും അതിൽ ഒന്നുകിൽ അടൂർ ഗോപാലകൃഷ്ണൻ ഈ കാര്യത്തിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അല്ല എങ്കിൽ അദ്ദേഹം പൂർണ്ണമായി ഈ ശങ്കർ മോഹനെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്ത് പ്രതികരിക്കുന്നതാകാം എന്ന് വേണം കരുതാൻ. എന്തായാലും വിദ്യാർത്ഥികൾ പറയുന്ന ഒരു പരാതി വളരെ വാലിഡാണ്, അതായത് അല്ലെങ്കിൽ വളരെ നിലനിൽക്കുന്നതാണ്. ഇതുവരെ തങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ തയ്യാറായിട്ടില്ല എന്നുള്ളത്. അതിൽ തന്നെ അദ്ദേഹം കേട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് ഡയറക്ടറുടെ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഡയറക്ടർ പറയുന്ന കാര്യങ്ങളായിരിക്കാം. എന്തായാലും അതിൽ ഇനി ഡയറക്ടറുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം വരേണ്ടതുണ്ട്. ഡയറക്ടർ ഒരു മലയാള പത്രമാധ്യമത്തിന് അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം ന്യായീകരിക്കുന്നുണ്ട്. അത് ഒരു ഭാഗത്ത് നിൽക്കട്ടെ. എങ്കിലും ഇനി മൂന്നാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞ ചില പരാമർശങ്ങൾ, അത് പ്രത്യേകിച്ച് സമരം ചെയ്യുന്ന സ്ത്രീകൾക്കെതിരെ നടത്തിയ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശങ്ങൾ, അത് പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. അത് ശരിയായ പരാമർശങ്ങളുമല്ല. അത്തരത്തിൽ സാധാരണ ഒരു വ്യക്തിപരമായി അവർക്ക് നല്ല വസ്ത്രം ധരിച്ചുകൂടാ എന്നൊന്നുമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ അതൊന്നും ആലോചിക്കാതെ അല്ലെങ്കിൽ അതെല്ലാം മറന്നു വെച്ചുകൊണ്ട് വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പരാമർശമാണ് ഈ വിഷയത്തിൽ നടത്തിയത്. പിന്നെ വിദ്യാർത്ഥികൾ പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് പോകണമെന്ന് പറയുന്നത് എന്തായാലും സർക്കാരും അംഗീകരിക്കില്ല. കാരണം ഈ പഠനത്തിനോടൊപ്പം തന്നെയാണ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ പോരാട്ടവും. അതുകൊണ്ട് തന്നെ അതും പൂർണ്ണമായി സർക്കാർ അംഗീകരിക്കാൻ സാധ്യത കുറവാണ്. എങ്കിലും ഇനി ഇതോടൊപ്പം വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന മറ്റൊരു പ്രശ്നമുണ്ട്. ഈ അടിസ്ഥാന സൗകര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഈ കേരനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് നേരിടുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് ഒരു പരിധിവരെ അടൂർ ഗോപാലകൃഷ്ണൻ സമ്മതിക്കുന്നു. പക്ഷേ അവർ മാറ്റിയെടുക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നു എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു ന്യായീകരണം. പക്ഷേ ഇതെല്ലാം ഈ അടൂർ ഗോപാലകൃഷ്ണൻ ന്യായീകരണങ്ങൾ മാത്രമാണ്. ഞങ്ങൾ അത് ആ ന്യായീകരണങ്ങൾ മാത്രമാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. അല്ലാതെ ഈ പറയുന്നത് പോലെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ആദ്യമായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അല്ലാതെ അദ്ദേഹം പറയുന്നതിനെ നമ്മൾ ന്യായീകരിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ ചില പോരായ്മകൾ നമ്മൾ എടുത്തു പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം ഒപ്പം ജിയോ ബേബിയും, കാരണം വ്യക്തിപരമായി ആക്ഷേപിച്ചവൽ അല്ലെങ്കിൽ പ്രതികരിച്ച ഒരാളാണ് ജിയോ ബേബി. ജിയോ ബേബിന് കൃത്യമായ മറുപടി നമ്മുടെ ചാനലിൽ കൂടി തന്നെ നൽകിയിട്ടുമുണ്ട്. എന്തായാലും സംവരണ തത്വം അട്ടിമറിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള അടൂർ ഗോപാലകൃഷ്ണന്റെ ചെയർമാൻ കൂടിയായ അടൂർ ഗോപാലകൃഷ്ണന്റെ ന്യായീകരണം തെറ്റാണ്. അത് അട്ടിമറിക്കപ്പെട്ടു അല്ലെങ്കിൽ അട്ടിമറിക്കപ്പെടാൻ ശ്രമിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിൽക്കുന്നുണ്ട്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജാതി വിവേചനം നടന്നിട്ടില്ല എന്നുള്ളത് അടൂർ ഗോപാലകൃഷ്ണൻ ആവർത്തിച്ച് പറയുമ്പോഴും അദ്ദേഹം ഇത്തരത്തിൽ സംവരണ തത്വങ്ങൾ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. അതിന്റെ രേഖകളടക്കമാണ് ഈ സമരാനുകൂലികൾ, സമരമുഖത്തുള്ള വിദ്യാർത്ഥികൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറിനെ ന്യായീകരിക്കുമ്പോഴും ഇപ്പോൾ ന്യൂസ് 18നോട് അദ്ദേഹം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പൊതുമധ്യത്തിൽ ആദ്യമായി ഒരു വിഷയത്തെ സംബന്ധിച്ചൊരു പ്രതികരണം നടത്തിയപ്പോൾ എന്തായാലും തീർത്തും വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള, വ്യക്തിപരമായി സ്ത്രീകളെയും വിദ്യാർത്ഥികളെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഞങ്ങളുടെ പ്രതിനിധി വിനോദ് ബാലകൃഷ്ണനുമായി അദ്ദേഹം നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആ അഭിമുഖത്തിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ കാണാം. അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഈ ജാതി തിരിച്ചുള്ള ഗുണങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. 10-25 ജാതികളുണ്ട്. നമ്മൾ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് മാത്രമല്ല, OBC LEC എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇതുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ. അതിനവർ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയപ്പോൾ 2014 മുതൽ അതിനെ അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി, അത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരാണ് ഈ പാരാമീറ്റേഴ്സ് എല്ലാം നോക്കിയിട്ട് അവർക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യേണ്ടത്. എല്ലാ റിസർവേഷനും എല്ലാം നോക്കേണ്ടത് അവരുടെ ചുമതലയാണ്. അപ്പോൾ അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ചെയ്യാത്തവർ. പക്ഷെ അവർ അതിൽ ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേര്, ശരത്ത് എന്ന് പറയുന്ന ആളുടെ പേര് ഉൾപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഇല്ല, അവരെങ്ങനെ ഉൾപ്പെടുത്തുന്നത്? അവർ ഉൾപ്പെടുത്തിയ പിന്നെ എടുക്കാതിരിക്കുന്നതാ. അങ്ങനെ എടുക്കാതിരുന്നു, പകരം അത് കള്ളം പറയുന്നതല്ലേ. ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് നൽകിയത് അല്ലല്ല, ഹൈക്കോടതി അപ്പീലൊന്നുമല്ല. അങ്ങനെ അയാളില്ല. അയാൾക്ക് ഞാൻ പറയാം, ആദ്യം അവർ തീരുമാനിച്ച ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റും സബ്ജക്ട് സ്പെഷ്യലിസ്റ്റും ഉണ്ട് ഈ എഡിറ്റിങ്ങിൽ തന്നെ. അവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചത് നമുക്ക് നമ്മുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ 60 മാർക്ക് താഴെയുള്ള ആരെയും എടുക്കേണ്ടെന്ന് ആദ്യം തീരുമാനിക്കുന്നു. അങ്ങനെ എടുത്തപ്പോൾ അവർക്ക് 4 പേരെ കിട്ടിയുള്ളൂ. അപ്പോൾ ശങ്കരമോഹനെ നിർബന്ധിച്ചിട്ടാണ് അത് വീണ്ടും 50 ആക്കാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? നേരെ തിരിച്ചാണ് ഇവർ പറഞ്ഞുണ്ടാക്കുന്നതിന് നേരെ തിരിച്ചാണ്. ശങ്കരമോഹൻ പറഞ്ഞു ഞങ്ങൾ 50 ആക്കിയിട്ട് കുറച്ചുകൂടെ കുട്ടികൾ എടുക്കാൻ നോക്കും. 50 ആക്കിയപ്പോൾ 2 കുട്ടികൾ വന്നു. അങ്ങനെ 6 പേരായി. അപ്പം നോക്കിയപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ പിന്നെയും കുറച്ചു.
പിന്നെ നമുക്ക് ഈ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് അതിനെ കുറച്ച് 45 അതിലും വന്നില്ല. അപ്പോൾ വേണമെങ്കിൽ പിന്നെ LBSകാർക്ക് പറയാമായിരുന്നു, ഇതിൽ വന്നില്ലെങ്കിൽ പോലും നമുക്ക് ഒരാളിനെ എടുക്കണമെന്ന് അവർ പറയാമായിരുന്നു. അവർ പറഞ്ഞില്ല. LBS ആണ് ഇത് ഇതിനകത്ത് കൃത്യമായിട്ട് ചെയ്യേണ്ടത്. അല്ല, ഇവർക്കറിയാൻ വയ്യ. ഈ ഇരുന്ന് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിനോ സ്പെഷ്യലിസ്റ്റിനോ ഒന്നും ഈ ഇതിൻ്റെ ഒരു സിസ്റ്റം അറിഞ്ഞുകൂടാ. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ കൂടിയായ അടൂർ ഗോപാലകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധി ഉപേഷ് ബാലകൃഷ്ണനുമായി നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. എന്തായാലും വരും മണിക്കൂറുകളിൽ തന്നെ വളരെ വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെക്കാവുന്ന പരാമർശങ്ങൾ തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കക്കൂസിനകത്തോട്ട് കൈയിട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ അതിനേക്കാൾ ആഭാസമായിട്ട് വല്ലതും പറയാമായിരുന്നു. സജിതാ മഠത്തിൽ പറഞ്ഞത് എനിക്കറിയാം അവിടെ എന്താണ് നടക്കുന്നത്. അവർക്ക് അറിഞ്ഞുകൂടാ. കാരണം അവരെത്രയോ നാൾ മുമ്പേ അവിടെ നിന്ന് റിസൈൻ ചെയ്തു പോയി. ജാതി വിവേചനം എന്തോന്നും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഠിക്കണമെന്ന് വളരെ നിർബന്ധമുള്ളവരത് ചെയ്യത്തില്ല. ആരോടാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്? ആരെയാണ് തോൽപ്പിക്കാൻ നോക്കുന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് അതിനുണ്ടാകാവുന്ന ഒരു 30 വർഷത്തെ പ്രോഗ്രസ് നമ്മളുണ്ടാക്കി. അതിനെ മുഴുവൻ പൊളിച്ച് നാശമാക്കുകയാണ് അവർ ഈ സമയം കൊണ്ട് ചെയ്തത്. ഇത് ഞാൻ പറയാതിരിക്കാൻ ഒക്കത്തില്ല.